സൊത്തുംബെ കാംബെ എന്ന ജാപ്പനീസുകാരനാണ് കാഞ്ചീപുരമാണ് ബോധിധർമ്മൻ്റെ ജന്മസ്ഥലം എന്ന വാദവുമായി മുന്നോട്ട് വന്നത്. സൊത്തുംബെ കാംബെ ടോക്കിയോയിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിട്ടയർഡ് ഫിസിക്സ് പ്രൊഫസറാണ്. അദ്ദേഹം ചൈനയിലെ ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റിംഗ് പ്രൊഫസറും കൂടിയാണ്. അതുകൂടാതെ അദ്ദേഹം ജപ്പാനിലെ സെൻ ബുദ്ധമത വിഭാഗമായ സോട്ടോസിൻ്റെ ഒരു പ്രാക്ടീഷണറും കൂടെയാണ്. ഇദ്ദേഹം പറയുന്നത് 11ാം നൂറ്റാണ്ടിൽ ബോധിധർമ്മൻ്റെ കഥയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആ ചൈനീസ് ചിഹ്നത്തിൻ്റെ ഉച്ചാരണം ഫുജിയാൻ പ്രവിശ്യയിലെ മിന്നാൻ ഡയലക്റ്റിൽ കാഞ്ചി എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ കാഞ്ചീപുരം വന്ന് കണ്ടെത്തിയത്. അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിൽ വരികയും ഇവിടെയുള്ള ചില ഗ്രൂപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില റിസർച്ചുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അവർ പിന്നീട് ബോധിധർമ്മ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ കാഞ്ചീപുരത്ത് അവർ ബോധിധർമ്മ മെമ്മോറിയൽ പാർക്കൊക്കെ നിർമ്മിക്കുന്നുണ്ട്. സൊത്തുംബെ കാംബെയുടെ ഈ റിസർച്ചിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ എമിക് അപ്രോച്ചാണ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്ന എമിക് അപ്രോച്ചും ഉണ്ട്, എത്തിക് അപ്രോച്ചും ഉണ്ട്. എമിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു മതത്തെപ്പറ്റി പഠിക്കും, ഒരു കൾച്ചറെ പറ്റി പഠിക്കുമ്പം ആ മതത്തിലുള്ളവർ തന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നതാണ് ഒരു എമിക് അപ്രോച്ച്. അതേസമയം പുറത്തുനിന്നുള്ള ഒരു പേഴ്സൺ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നതാണ് എത്തിക് അപ്രോച്ച്. അപ്പോൾ എമിക് അപ്രോച്ചിലും തെളിവുകളൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. എന്നാലും അവരുടെ ഒരു ബയസ് അവിടെ എപ്പോഴും ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ഇപ്പോൾ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു സ്റ്റോറിയെ പറ്റി റിസർച്ച് ചെയ്യുന്നതും ഒരു അക്കാഡമിക് ഹിസ്റ്റോറിയൻ റിസർച്ച് ചെയ്യുന്നതായിട്ട് വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ സൊത്തുംബെ കാംബെയുടെ മെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു എമിക് അപ്രോച്ച് തന്നെയാണ്. കാരണം അദ്ദേഹം ബോധിധർമ്മൻ്റെ കഥയിലേക്ക് 11ാം നൂറ്റാണ്ടിലാണ് ഈ ജന്മസ്ഥലം ആഡ് ചെയ്യപ്പെട്ടത്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എന്താണ് ഈ 11ാം നൂറ്റാണ്ടിൽ നടന്നതെന്നോ ഒന്നും തന്നെ ഇദ്ദേഹം അന്വേഷിക്കുന്നൊന്നുമില്ല. മാത്രമല്ല അദ്ദേഹം ഈ ബോധിധർമ്മൻ്റെ കഥ പല നൂറ്റാണ്ടുകളായിട്ട് ആഡ് ചെയ്യപ്പെട്ടാന്നുള്ള കാര്യങ്ങൾ നോക്കാതെ അദ്ദേഹം ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് മാത്രമാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചിൻ്റെ ഒരു വലിയൊരു പ്രശ്നം അതാണ്. പിന്നെ സൊത്തുംബെ കാംബെ ഒരു റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പം ചെയ്തതാകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയെ പറ്റി ചെറിയൊരു ആർട്ടിക്കിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിനെപ്പറ്റി കൂടുതലുള്ള ഒരു തെളിവ് സഹിതമായിട്ടുള്ള ഒരു പ്രോപ്പർ റിസർച്ചായിട്ട് ഇതുവരെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. അദ്ദേഹം തമിഴ്നാട്ടിൽ വന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് ഇതുവരെ ഒരു പ്രോപ്പറായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ആകെപ്പാടെ ഇവർ പറയുന്ന ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല്ലവർ 8ാം നൂറ്റാണ്ടിൽ പണിത വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിലെ ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു സീനാണ്. അതിൽ പല്ലവ രാജസദസ്സിൽ വരുന്ന ഒരു വിദേശിയെ കാണിച്ചിട്ട് അത് ബോധിധർമ്മൻ്റെ രൂപമായിട്ട് സാദൃശ്യമാണെന്നാണ് അവർ പറയുന്നത്. ഈ രൂപത്തെ പറ്റി ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പല്ലവ രാജസദസ്സിൽ വരുന്ന ഒരു ചൈനീസ് സഞ്ചാരിയോ അല്ലെങ്കിൽ കിഴക്കേ ഏഷ്യക്കാരനായ ഒരു സഞ്ചാരിയോ ഒരു സന്യാസിയോ ആണെന്നാണ്. അപ്പോൾ ഇതിൽ ആകെപ്പാടെ ബോധിധർമ്മനുമായിട്ടുള്ള ഒരു സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തോളത്തൊരു വടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ ഒരു രൂപത്തിൻ്റെ മുഖം ശരിക്കും ഒരു ഈസ്റ്റ് ഏഷ്യൻ ഒരു കിഴക്കേ ഏഷ്യൻ രൂപമാണ്, അല്ലാതെ ഒരു ഇന്ത്യക്കാരനായിട്ട് നമുക്ക് പറയത്തില്ല. ഇപ്പം സൊത്തുംബെ കാംബെയുടെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിലെ പല യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും അമേച്വർ ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ ഇവരൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി താടിയുള്ള രൂപങ്ങളൊക്കെ ബോധിധർമ്മനാണെന്ന് പറയുന്ന ഒരു പ്രവണത പിന്നീടുണ്ടായി. ഉദാഹരണത്തിന് ഈ യൂട്യൂബർ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ബോധിധർമ്മൻ്റെ ഏറ്റവും പഴയ കാർവിങ് ആണിത് എന്ന് പറഞ്ഞാണ്. അദ്ദേഹം കാണിക്കുന്ന ഒരു രൂപം ഒരു തൂണിൽ കൊത്തിവെച്ച ഒരു രൂപമാണ്. ആ രൂപം മറ്റ് ശില്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാണെന്നും അത് ബോധിധർമ്മൻ തലയിൽ തുണിയിട്ട് നിൽക്കുന്ന ഒരു രൂപമായിട്ട് വളരെ സാദൃശ്യമുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പം അതിൽ ഇദ്ദേഹം പറയുന്നത് ഒരു 1300 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കാർവിംഗ് ആണ്. അതുകൊണ്ട് ബോധിധർമ്മൻ്റെ ചെറുപ്പകാലത്തുള്ളതാണ്. അങ്ങനെയുള്ള കുറേ ന്യായങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇദ്ദേഹം അതിന് നൽകുന്ന വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഊഹത്തിൻ്റെ ഒരു ബേസിലാണ്. ഇങ്ങനെയുള്ള പല ആർക്കിയോളജിക്കൽ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓൾറെഡി സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കൊക്കെ ഓൾറെഡി ഉത്തരം ഉള്ളത് തന്നെയാണ്. ബോധിധർമ്മൻ്റെ കാർവിംഗ് എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു തൂണുള്ളത് മഹാബലിപുരത്തെ കൃഷ്ണമണ്ഡപത്തിലാണ്. അപ്പോൾ കൃഷ്ണമണ്ഡപത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്ന ശ്രീകൃഷ്ണനും പിന്നെ ഗ്രാമത്തിൽ നടക്കുന്ന കുറേ സീനൊക്കെയാണ് കല്ലേലാണ് കൊത്തിവെച്ചേക്കുന്നത്. കല്ലേൽ കൊത്തിവെച്ച ആ ഒരു സീനൊക്കെ ഉണ്ടാക്കിയത് പല്ലവ കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഈ മണ്ഡപം, ഈ തൂണടങ്ങുന്ന മണ്ഡപം നിർമ്മിച്ചേക്കുന്നത് പിന്നീടുള്ള 16ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണകാലത്താണ്. പല്ലവരുണ്ടാക്കിയത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കല്ലിലായിരുന്നു. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പിന്നീട് 16ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണകാലത്ത് അവരുണ്ടാക്കിയത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഭരണകാലത്താണ് ഉണ്ടാക്കിയത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഉണ്ടാക്കിയത്. ഒന്ന് ശ്രീകൃഷ്ണൻ്റെ കഥ എന്നുള്ള ഒരു വൈഷ്ണവ ബേസ്ഡ് ആയിട്ടുള്ള സീനാണ്. അതേസമയം ഈ തൂണയിലും ഈ മണ്ഡപത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉള്ളത് കൂടുതൽ ശൈവ പാരമ്പര്യത്തിലുള്ള സീനുകളാണ് ഉള്ളത്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ റിലീജിയസ് അഫിലിയേഷൻ്റെ
കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെയും അല്ലെങ്കിൽ സുത്തുംബെ കാംബെയുടെ ഫൗണ്ടേഷനൊക്കെ അവകാശപ്പെടുന്നതൊക്കെ ബോധിധർമ്മനുമായിട്ട് സാമ്യമുള്ള രൂപങ്ങൾ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ നോക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ബോധിധർമ്മൻ്റെ രൂപമായിട്ടാണ് ഇവർ മാച്ച് ചെയ്ത് നോക്കുന്നത്. ഈ ബോധിധർമ്മൻ്റെ രൂപത്തെ പറ്റിയും ബോധിധർമ്മനെ എങ്ങനെ വരയ്ക്കുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് സ്റ്റഡീസ് അക്കാഡമിക് ലെവലിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11ാം നൂറ്റാണ്ടിന് ശേഷമാണ് ബോധിധർമ്മനെ ഇങ്ങനെ താടിയുള്ള കടുക്കനൊക്കെ ഇട്ട ഒരു സൗത്ത് ഇന്ത്യൻ ലുക്കിൽ വടിയൊക്കെ നടക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പം പലതും. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യുന്ന പടങ്ങളെല്ലാം തന്നെ അതിനുശേഷം ഉണ്ടായ കൂടുതലും ചൈനയിൽ നിന്ന് ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ജപ്പാനിൽ കുറേ ഉണ്ടായ പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഈ 10ാം നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ബോധിധർമ്മൻ്റെ രൂപത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്നൊക്കെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് ചൈനയിൽ യുവാൻ ഡൈനാസ്റ്റി, അതായത് മംഗോളിയരുടെ യുവാൻ ഡൈനാസ്റ്റി വന്നത്. ചൈനീസ് വംശജരല്ലാത്ത മംഗോളിയക്കാരായ യുവാൻ ഡൈനാസ്റ്റി കാലത്ത് ഒരുപാട് വിദേശീയരായിട്ടുള്ളവർ ചൈനയിലേക്ക് വന്നു തുടങ്ങി. ഇന്ത്യ, പേർഷ്യ, അറേബ്യ മുതലായ സ്ഥലങ്ങളിൽ നിന്ന്. തെക്കേ ഇന്ത്യയിൽ ചോളന്മാരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യാപാരികളും ചൈനയിൽ എത്തപ്പെട്ടു. പ്രത്യേകിച്ച് ഫുജിയാൻ പ്രവിശ്യയിലെ ചുവാൻജോ എന്ന സ്ഥലത്ത് അവിടെ ഒരു ശിവക്ഷേത്രം തന്നെ ഈ കാലയളവിൽ നിർമ്മിക്കപ്പെട്ടു. അത് അധികം നാൾ നിന്നില്ല. ഇന്നും ആ ശിവക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ട്. യുവാൻ കാലഘട്ടത്തിന് മുൻപ് തന്നെ ചുവാൻചോയിൽ വിദേശീയരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. മംഗോളിയക്കാര് ചൈന ആക്രമിച്ച സമയത്ത് ചുവാൻചോയിലെ വിദേശീയർ മംഗോളിയക്കാരുടെ കൂടെ കൂടി ആ ഏരിയ പിടിച്ചടക്കി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മംഗോളിയൻ ഭരണം വന്നതിന് ശേഷം ഒരുപാട് ഗവൺമെന്റ് പൊസിഷനിൽ ഈ വിദേശീയരെ ഉൾപ്പെടുത്തി എന്നാണ് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരെ ചൈനീസുകാർ കാണാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി ആ സമയത്ത് ബോധിധർമ്മൻ ഒരു തെക്കേ ഇന്ത്യക്കാരനാണെന്നുള്ളൊരു കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ശരിക്കുള്ള തെക്കേ ഇന്ത്യക്കാരെ അവർ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ബോധിധർമ്മനെ പിന്നീട് ചിത്രീകരിക്കുന്നതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു. ചില രേഖകളിൽ കാഞ്ചീപുരത്തു നിന്ന് വന്ന മറ്റൊരു സന്യാസിയായ ധ്യാനഭദ്രനെ ബോധിധർമ്മനെ വരയ്ക്കുന്നതിൽ മോഡലാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. ബോധിധർമ്മനെ വരയ്ക്കുന്നതിലുള്ള ഈ ചേഞ്ചസിനെ പറ്റിയും അല്ലെങ്കിൽ ബോധിധർമ്മനെ ഇതിനു മുൻപ് എങ്ങനെയാണ് വരച്ചതെന്ന് അറിയണമെങ്കിൽ ഹെലൻ ചാപ്പിന്റെ ഒരു സ്റ്റഡി ഉണ്ട്, 3 early portraits of ബോധിധർമ്മ. ഇതിൽ പഴയ ചിത്രങ്ങളും കാണിക്കുന്നുണ്ട്. 10ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ബുദ്ധസന്യാസി, നമ്മുടെ ഒരു ഗാന്ധിജിയുടെ ഒക്കെ രൂപത്തിൽ ഒരു ധോത്തിയൊക്കെ എടുത്തുള്ള ഒരു ബുദ്ധസന്യാസി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീടാണ് യുവാൻ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം തൊട്ടാണ് ബോധിധർമ്മനെ കുറച്ചുകൂടെ താടിയൊക്കെ വെച്ച് കഷണ്ടിയൊക്കെ ആയിട്ട് കടുക്കനൊക്കെ ഇട്ട് സ്കിന്നൊക്കെ കുറച്ചുകൂടെ ഡാർക്കാക്കി വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ കാണിച്ച ആ 3 ആദ്യകാല ബോധിധർമ്മ ചിത്രങ്ങൾ അതിനു മുൻപ് ബോധിധർമ്മനെ എങ്ങനെ വരച്ചു എന്ന് പോലും നമുക്കറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലുള്ള ചില രൂപങ്ങളെ ബോധിധർമ്മനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കമ്പയർ ചെയ്യുന്നത് രൂപം മാറിയ ബോധിധർമ്മനാന്ന് പോലും ഇവർക്ക് പലർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ആ നിഗമനം തന്നെ വളരെ തെറ്റായിട്ട് വരും. ഹെലൻ ചാപ്പിൻ്റെ സ്റ്റഡിയൊക്കെ 1943 വന്ന സ്റ്റഡിയാണ്. അപ്പോൾ അന്നേ അക്കാഡമിക് മേഖലയിലുള്ളവർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പം മതപരമായി ബോധിധർമ്മനെ പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നത്തെ കൂടുതലുള്ള ചർച്ചകളും പഠനങ്ങളും എല്ലാം കൂടുതലും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബോധിധർമ്മനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ. പക്ഷേ ഒരു റിലീജിയസ് സ്റ്റഡി എന്ന രീതിയിൽ ബോധിധർമ്മനെ കുറിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റഡി ചെയ്യുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നേരത്തെ കാണിച്ച ആ യൂട്യൂബറിൻ്റെ വീഡിയോയിൽ മറ്റൊരു വാദം പുള്ളി പറയുന്നുണ്ട്. അതായത് ബോധിധർമ്മനെ പേർഷ്യക്കാരനാണെന്നുള്ള ആദ്യത്തെ റെഫറൻസ് ആ എഴുതിയ ആൾക്ക് തെറ്റിപ്പോയതാണ്. പല്ലവ ഡൈനാസ്റ്റി ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് പേർഷ്യയിൽ പഹലാവ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തുകാരന് തെറ്റിപ്പോയെന്ന്. ഇത് ഇദ്ദേഹം പുതിയതായിട്ട് കണ്ടെത്തിയ കാര്യമൊന്നുമല്ല. ഇത് പണ്ടേ ജോൺ ജോർജൻസൺ എൻസൈക്ലോപീഡിയ ഓഫ് മൊണാസ്റ്റിസത്തി ബോധിധർമ്മന്റെ പങ്ക്തിയിൽ പറയുന്ന കാര്യമാണ്. അത് എഴുതിയത് കാംബെയൊക്കെ ബോധിധർമ്മന്റെ ജന്മസ്ഥലം കാഞ്ചീപുരമാണെന്നും ആ സമയത്ത് ഭരിച്ചത് പല്ലവ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സസാനിയക്കാരുടെ ഡൈനാസ്റ്റിയെ വേറെ ഒരു ഹിസ്റ്റോറിക് ഡോക്യുമെന്റിലൊന്നും പഹലാവി ഡൈനാസ്റ്റി എന്ന് പറയുന്നില്ല. പക്ഷേ അക്കാലത്ത് സസാനിയൻ എംപയറിൽ മെയിനായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പാർത്തിയൻ ഉണ്ടായിരുന്നു, പിന്നെ പാരസീഗ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. ഇതെല്ലാം ഇറാനിയൻ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഈ പാരസീഗാണ് പിന്നീട് പേർഷ്യനായി മാറിയത്. പക്ഷേ ഈ പാരസീഗിനെ മറ്റ് നാട്ടുകാർ പഹലാവി എന്ന് പറയുമായിരുന്നു. അത് പഹലാവ അല്ല, പഹലാവി. പക്ഷേ പഹലാവി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി ഉണ്ട്. പക്ഷേ അത് സസാനിയൻ ഡൈനാസ്റ്റി അല്ല. അത് 1925 സ്ഥാപിതമായൊരു ഡൈനാസ്റ്റി ആയിരുന്നു. റസാഖാൻ എന്ന് പറഞ്ഞൊരു പട്ടാള മേധാവി ഭരണം പിടിച്ചടക്കിയപ്പോൾ പുള്ളിക്കൊരു രാജ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളി പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കിയപ്പം സസാനിയക്കാരുടെ ലാംഗ്വേജ് ആയ പഹലാവി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെ
പഹ്ലാവി ഡൈനാസ്റ്റി ഉണ്ട്, അത് പുതിയ ഡൈനാസ്റ്റിയാണ്. പഴയ ഡൈനാസ്റ്റി സസാനിയനാണ്, അവരുടെ ഭാഷ പാരസീകാണ്. ആ പാരസീകിനെ പഹ്ലാവിന്ന് മറ്റ് പുറംനാട്ടുകാർ വിളിക്കുമായിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാതന ലിറ്ററേച്ചറിൽ ഇപ്പം മഹാഭാരതത്തിലൊക്കെ പഹലാവർ എന്ന് പറഞ്ഞൊരു ട്രൈബിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് ചിലവർ അത് പേർഷ്യൻ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയാണ് പഹലാവർ എന്നൊക്കെ പറയുന്നുണ്ട്. ജോൺ ജോർജൻസൺ പറഞ്ഞ ഈ ഒരു തിയറി ശരിയാണെങ്കിൽ പോലും ബോധിയർമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു ഹേഗിയോഗ്രാഫിക് പ്രോസസ്സിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പം ബോധിയർമൻ എന്ന് പറഞ്ഞ് തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ചരിത്രപരമായി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അയാളെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. അയാളുടെ പേരും അയാൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ അയാൾ കാഞ്ചീപുരത്തുകാരനായിരുന്നിരിക്കാം. പക്ഷേ പിന്നീട് ഇന്ന് നമ്മൾ അറിയുന്ന ബോധിയർമൻ്റെ കഥകളെല്ലാം തന്നെ പിന്നീട് ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. അപ്പം നമുക്ക് ഇന്ന് അറിയാവുന്ന ബോധിയർമൻ എന്ന് പറഞ്ഞൊരു ബോധിയർമൻ ശരിക്കും ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു ബോധിയർമൻ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആളായിരുന്നു. ഇന്ന് നമ്മുടെ മനസ്സിലുള്ള താടി വെച്ച ബോധിയർമൻ എന്നൊക്കെ പറഞ്ഞാൽ 11 നൂറ്റാണ്ടിന് ശേഷമുള്ള ഉണ്ടായ ബോധിയർമനാണ്. ഇന്നത്തെ ഒരു ലെജൻഡറി ബോധിധർമ്മനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തെക്കേ ഇന്ത്യക്കാരനായ ബോധിയർമൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ ബോധിയർമനെ ഒരു സെമി ലെജൻഡറി ബോധിയർമനായിട്ടാണ് കാണുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഹിസ്റ്റോറിക് ബോധിയർമനായിട്ടല്ല അക്കാഡമിക് ചരിത്രം കാണുന്നത്.